നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 നവംബർ മാസം 21-ാം തീയതി 1200-ാം ആണ്ട് വൃശ്ചിക മാസം 6-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് തന്നെ പൂയൻ നക്ഷത്രമാണ്. പൂയൻ നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽപ്പെടുന്ന നക്ഷത്രമാണ്. അപ്പോൾ ഇന്ന് ശുഭദിനം, ശുഭനക്ഷത്രം. അപ്പോൾ നമുക്കിന്ന് എല്ലാ ശുഭകാര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു ദിവസമാണ് ഇന്ന്. സാമ്പത്തിക കാര്യങ്ങൾക്ക് ഏറ്റവും സാമ്പത്തിക ഇടപാടുകൾക്കോ അല്ലെങ്കിൽ മറ്റ് കൊടുക്കൽ വാങ്ങലുകൾക്കോ ഒക്കെ കൊള്ളാവുന്ന ദിവസമാണ്. അതുമാത്രമല്ല, മുടങ്ങിക്കിടക്കുന്ന ധനം വന്നു ചേരാനൊക്കെ ഇടയുള്ള ദിവസമായതുകൊണ്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. ലോൺ എടുക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ ഒക്കെ കൊള്ളാവുന്ന ദിവസമാണ് ഇന്ന്. അതുപോലെ നമ്മൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക്, അതായത് പൂയൻ നക്ഷത്രം, വൃശ്ചിക മാസത്തിലെ പൂയൻ നക്ഷത്രം വന്നിരിച്ചിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഏറ്റവും ഭാഗ്യദായകമായ ഒരു വർഷമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നു എന്നറിയുക. കുറേ നേട്ടങ്ങളെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തരും. പ്രത്യേകിച്ച് സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. മുടങ്ങിക്കിടക്കുന്ന ധനം വന്നു ചേരും. കച്ചവടങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് വളരെ സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. ലോട്ടറി ബിസിനസ്, അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ്, ഇതിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും. നിങ്ങളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആക്റ്റീവ് ആവുക. കാരണം നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവും. ബാധ്യതകളിൽ നിന്നെല്ലാം അതിജീവിച്ച് പോകാൻ സാധിക്കും. അത്രയ്ക്ക് അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങാൻ അനുകൂലപ്രദമായ ദിവസമാണ്, നമുക്ക് അനുകൂലപ്രദമായ വർഷമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കാണ് ഒരു വർഷത്തെ ഫലം, അല്ലാതെ നമുക്കൊക്കെ ഒരു ദിവസത്തെ ഫലമേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. നല്ല ദിവസമാണെങ്കിൽ പോലും യാത്ര അതുപോലെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ രാഹുകാലത്തിന് പ്രാധാന്യമുള്ളൂ. 1:30 മണി മുതൽ 3 മണി വരെയാണ് രാഹുകാല സമയം. ഇപ്പോൾ ചെറിയ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. 7 മിനിറ്റിൻ്റെ 1:30 മണി എന്നുള്ള 1:37 തൊട്ട് രാഹുകാലം തുടങ്ങുകയുള്ളൂ. 3 മണി 3 മിനിറ്റ് വരെ രാഹുകാല സമയമുള്ളൂ. അപ്പോൾ ഈ സമയം കഴിഞ്ഞ് ഈ സമയം നമുക്ക് യാത്ര അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഒഴിവാക്കുക. എന്നാലും നമുക്ക് ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം 9:18 തൊട്ട് 10:44 വരെയും യമകണ്ഠ കാല സമയം 6:25 തൊട്ട് 7:51 വരെയും. ഈ സമയം നമുക്കൊരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്നും അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഈ ഗുളികൻ്റെയോ യമകണ്ഠൻ്റെയോ അല്ലെങ്കിൽ രാഹുവിൻ്റെയോ ബന്ധമൊന്നും ഇല്ലാത്ത ഒരു സമയമാണ് നമുക്കിന്ന് അഭിജിത്ത് മുഹൂർത്തം കിട്ടിയിരിക്കുന്നത്. 11 മണി 45 മിനിറ്റ് തൊട്ട് 12 മണി 23 മിനിറ്റ് 12 മണി 33 മിനിറ്റ് വരെ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയം എന്ത് ശുഭകാര്യങ്ങൾക്കും കൊള്ളാം. കാരണം ഉള്ള സമയത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട സമയമെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. വസ്ത്രധാരണത്തിൽ മഞ്ഞ കളറും കൂടി ഉൾപ്പെടുത്തുക. മഞ്ഞ കളർ ഡ്രസ്സും കൂടി ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. അത് ഷർട്ടായിട്ടായാലും ശരി, ബ്ലൗസായിട്ടായാലും ശരി, ചുരിദാറായിട്ടായാലും ശരി, ഒന്നുമില്ല, ഒരു കർച്ചീപ്പായിട്ടെങ്കിലും മഞ്ഞ കളറ് ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ നമുക്ക് ഒരു കുറിയൊക്കെ പിടിക്കുന്നവരാണെങ്കിൽ ചന്ദനക്കുറി തൊടുന്നത് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാൻ സഹായിക്കും. കാരണം പ്രകൃതിയിൽ നിന്ന് ചില എനർജി സ്വീകരിക്കാൻ വേണ്ടി വസ്ത്രത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് വസ്ത്രധാരണത്തിനും കൂടി പ്രാധാന്യം പറയുന്നതിന് കാരണം. ഇന്നത്തെ ദിവസം മഹാഗുരുവിൻ്റെ അനുഗ്രഹത്താൽ
എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.